ഹലോ മക്കളെ, നമ്മൾ ഈ വരുന്ന GIB എക്സാമിൻ്റെ സിലബസ്, കെമിസ്ട്രിയുടെ സിലബസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ 3 ചാപ്റ്റേഴ്സാണ് ആക്ച്വലി ഉള്ളത്. ഒന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റം, മറ്റൊന്ന് സൊല്യൂഷൻ, മറ്റൊന്ന് കെമിക്കൽ കൈനറ്റിക്സ്. ഈ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക് ഫോക്കസ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തുടങ്ങുന്ന തന്നെ ബോർ അറ്റോമിക് മോഡൽ വെച്ചിട്ടാണ്. അപ്പോൾ ബോർ അറ്റോമിക് മോഡലിന് മെയിനായിട്ടും ചോദിക്കുന്ന ഒരു 3 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. അതായത് റേഡിയസ് കണ്ടുപിടിക്കാനും, അതേപോലെ വെലോസിറ്റി കണ്ടുപിടിക്കാനും, അതേപോലെ എനർജി കണ്ടുപിടിക്കാനും. ഈ 3 ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ എന്ത് ചെയ്യും വരും. അതിനുശേഷം നമ്മൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്രം, അതായത് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്നുള്ള ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് റിഡ്ബർഗ് ഫോർമുല വെച്ചിട്ട് ന്യൂ ബാർ കണ്ടുപിടിക്കാനും, ലാർജസ്റ്റ് വേവ് ലെങ്ത്തിൻ്റെ ലൈനുകൾ ഏതാ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും ചോദ്യങ്ങൾ വരും. പിന്നെ ബോർ അറ്റോമിക് മോഡലിൻ്റെ മെയിൻ ലിമിറ്റേഷൻസ് ആയിട്ടുള്ള ഡി ബ്രോഗ്ലിയും അതേപോലെ ഹെയ്സൻബർഗ് അൺസർട്ടൈൻ്റെ പ്രിൻസിപ്പിളും ബേസ്ഡ് ആയിട്ട്, അതിൻ്റെ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യും വരും. ലാസ്റ്റ് പിന്നെ നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ അപ്ലിക്കേഷൻ, അതായത് ക്വാണ്ടം നമ്പേഴ്സ് അല്ലേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ, മാഗ്നറ്റിക് ആൻഡ് ലാസ്റ്റ് ദ സ്പിൻ ക്വാണ്ടം നമ്പർ. അത് ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിപ്പിച്ച നിങ്ങൾ 3 റൂളുകളുണ്ട് അല്ലേ. ഓഫ് ബോ പ്രിൻസിപ്പിൾ, അതേപോലെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇത്രയും ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങളാണ് പൊതുവെ എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുക ഉണ്ടാവുക, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് ഉണ്ടാവുക. അടുത്ത ചാപ്റ്ററിലോട്ട് പോവുകയാണെങ്കിൽ സൊല്യൂഷൻ ചുരുക്കി പറയുകയാണെങ്കിൽ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആദ്യത്തത് എന്താ, കോൺസെൻട്രേഷൻ ടേംസാണ്. കോൺസെൻട്രേഷൻ ടേംസ് എന്തായാലും എന്ത് ചെയ്യും എക്സാമിന് ചോദ്യം വരും. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട പിന്നെ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ലാസ്റ്റ് പിന്നെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും പഠിക്കണം. ലാസ്റ്റിലോട്ട് വരുമ്പോൾ ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ കറക്ഷൻ അല്ലേ, വാൻ ഹോഫ് കറക്ഷൻ, അത് ബേസ്ഡ് ആയിട്ടും ചോദ്യങ്ങൾ എന്ത് ചെയ്യും നല്ലപോലെ എന്ത് ചെയ്യും വരും. അപ്പോൾ സൊല്യൂഷൻ കഴിഞ്ഞു, സ്ട്രക്ചർ ഓഫ് ആറ്റം കഴിഞ്ഞു. പിന്നെ കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഒരു ഇക്വേഷൻ കണ്ടാൽ അതിൻ്റെ റേറ്റിലോ എഴുതാൻ പറ്റണം. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും റേറ്റ് ഓഫ് അപ്പിയറൻസും മനസ്സിലാക്കണം. റേറ്റ് കോൺസ്റ്റൻ്റെ യൂണിറ്റ്, ജനറൽ യൂണിറ്റ് നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ 0 ഓർഡർ റിയേഷൻ്റെയും ഫസ്റ്റ് ഓർഡർ റിയേഷൻ്റെയും ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. അതിൻ്റെ ഗ്രാഫ് ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ നല്ലപോലെ വരും, ആ കാര്യവും പഠിക്കണം. പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, ഒരു ടെമ്പറേച്ചർ മാറുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെ മാറും, അരീനിയസ് ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. അതിൻ്റെ ഗ്രാഫ് വരും. ആ ഗ്രാഫ് നോക്കിയിട്ട് സ്ലോപ്പും വൈ ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് പറയാൻ പറ്റണം. പിന്നെ കാറ്റലിസ്റ്റിൻ്റെ റോളുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഈ ചാപ്റ്റർ നിർബന്ധമായിട്ടും പഠിക്കണം. ഗ്രാഫ് ബേസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ കെമിക്കൽ കൈനറ്റിക്സ് നല്ലപോലെ ജയിക്ക് എന്ത് ചെയ്യും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് എല്ലാ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കണം. പക്ഷേ ഇത്രയും പറഞ്ഞ കാര്യം എന്തായാലും നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക GIB എക്സാം എഴുതുക. GIBയുടെ ഡേറ്റ് മറക്കണ്ട, August 30 തൊട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ GIB എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക രജിസ്ട്രേഷൻ ഉറപ്പ് വരുത്തുക. അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക എക്സാം എഴുതുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.